അതുകൊണ്ട് നാം പ്രാർത്ഥനയോടായിരിക്കാം. 5-ാം അധ്യായത്തിന്റെ സ്തോത്രം 1 മുതൽ 7 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലെ ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക്കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. മതി. സ്തോത്രം. വെളിപ്പാട് പുസ്തകം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണെന്ന് നമുക്കറിയാം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലൻ ഒക്കെ എഴുതിയ ഒരു കത്ത് പോലെയല്ല ഈ വെളിപ്പാട് പുസ്തകം. കർത്താവ് സ്തോത്രം പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ മുഖാന്തരം നമുക്ക് തരുന്നതാണ് ഈ വെളിപ്പാട് പുസ്തകം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഭാവി വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെ ഭാവി പ്രത്യാശയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ദുഷ്ടന്റെ അന്ത്യം എന്താകും? നോക്കണം, ഒറ്റ പുസ്തകത്തിൽ തന്നെ 351 പ്രവചനമാണ് ഇതിനകത്തുള്ളത്. അതത്ര അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ടാണ് അത് വായിക്കുന്നതും സ്തോത്രം അത് കേൾക്കുന്നതും അനുസരിക്കുന്നതും അത് ഭാഗ്യമാണ് എന്ന് നാം വചനത്തിൽ വായിക്കുന്നത്. സ്തോത്രം. ഇവിടെ അപ്പോൾ 1-ാം അധ്യായം കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. നാം എണ്ണി കർത്താവിനെ വർണ്ണിച്ച് ഏതാണ്ട് 52 പേരുകൾ 1-ാം അധ്യായത്തിൽ തന്നെ നാം ചിന്തിച്ചു. അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദിയും അന്തവുമാണ്, അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്, വെള്ളോട്ട് സാദൃശ്യക്കാലുള്ളവനാണ്. അങ്ങനെ വർണ്ണിച്ച് ഇതുപോലെ ആരെ വർണ്ണിക്കാൻ കഴിയും? സ്തോത്രം. ദൈവമല്ലെങ്കിലും ദൈവങ്ങളെന്ന് പറയുന്ന ദേവന്മാരെന്ന് പറയുന്നവർ ഇന്ന് ലോകത്തിൽ അനേകരുണ്ട്. കേരളക്കരയിലുണ്ട്. കേരളക്കരയിലൊക്കെ നമുക്കറിയാം, ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. ആ ദൈവങ്ങളെ കുറിച്ചൊക്കെ ഒരു 50-100 കിലോമീറ്ററിന് അപ്പുറത്ത് പോയി ചോദിച്ചാൽ ആ ദൈവത്തെ അവർക്കാർക്കും അറിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് വന്നിരിക്കുന്നു. നമ്മുടെ സ്വന്തം ദേശത്തുള്ള പല ദൈവങ്ങളുടെ പേര് ഇവിടുത്തെ വ്യക്തികളോട് പറഞ്ഞാൽ അവർക്കറിയത്തില്ല. എന്നാൽ നാം സേവിക്കുന്ന ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. അവൻ സർവശക്തനാണ്. അവന്റെ മഹത്വം അത്ര വലുതാണ്. ഈ ധ്യാനിക്കുന്നതിന്റെ എല്ലാം ഉദ്ദേശം യേശുക്രിസ്തുവിനെ നാം ആഴത്തിൽ അറിയുക, പിന്നെയും അവനെ ആഴത്തിൽ അറിയുക. അവനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. സ്തോത്രം. അപ്പം 1-ാമത്തെ അധ്യായം കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. അതുപോലെ ആർക്കും വർണ്ണിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. 2-ഉം 3-ഉം അധ്യായം 7 സഭകൾക്കുള്ള സ്തോത്രം ദൂതാണ്. സഭയുടെ നല്ല ശീലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സഭ 7 സഭകൾ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞു. അത് ഭൂലോകത്തിലുള്ള സകല സഭകൾക്കും അത് പ്രതിനിധീകരിക്കുന്നു. വിവിധ ഭാഷകളിൽ, വിവിധ സ്തോത്രം ഗോത്രങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലുള്ള സ്തോത്രം കർത്താവിനെ അവിടെയൊക്കെ നമുക്കറിയാം. അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, വസ്ത്രധാരണയ്ക്ക് വ്യത്യാസമുണ്ട്, അവരുടെ സംസാരത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ കൾച്ചറിന് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള സകലർക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ് ഈ 7 സഭകളിൽ കൂടെ കർത്താവ് എഴുതിയിരിക്കുകയാണ്. സഭയുടെ നല്ല ശീലങ്ങൾ. സ്തോത്രം. ആദ്യം പറഞ്ഞു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ പ്രയത്നം അറിയുന്നു. അങ്ങനെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സഭയുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ആദ്യം നല്ലത് പറഞ്ഞു, പിന്നെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് സഭയുടെ ആരംഭത്തിലെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കർത്താവ് നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട്.
സ്തോത്രം. ഇപ്പോഴത്തെ സ്ഥിതി സ്തോത്രം, നമ്മൾ അവസാനം വരുമ്പോൾ തുയഥാര സഭയിലൊക്കെ വരുമ്പോൾ കർത്താവ് വെളിയിൽ നിന്ന് വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. നോക്കണം, 7ാമത്തെ സഭ. ഞാൻ അതിനകത്തൊരു ക്ലോക്ക് പോലെ വരച്ച് നിങ്ങളെ കാണിച്ചിരുന്നല്ലോ. സ്തോത്രം, ഓരോ കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക്, നമ്മുടെ കാലഘട്ടം വന്നപ്പോഴത്തേക്ക് ഏറ്റവും അവസാനത്തെ 7ാമത്തെ സഭയാകുന്ന തുയഥാര സഭയുടെ കാലമായി. എന്താ കാര്യം? അവർ പറയുന്നു, ഞങ്ങൾ ധനികർ, ഞങ്ങൾ സമ്പന്നർ, ഞങ്ങൾക്ക് സർവ്വതുമുണ്ട്. സ്തോത്രം. എങ്കിലും കർത്താവ് പറയുകയാണ്, നിന്റെ ദാരിദ്ര്യം മാറാൻ, സ്തോത്രം, നിന്റെ കണ്ണിൽ എഴുതുവാൻ എന്നോട് നീ ലേപം ചോദിച്ചു വാങ്ങുക. നീ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ നീ നഗ്നനാകുന്നു, നീ കുരുടനാകുന്നു. ലവോദിക്യ സഭയെക്കുറിച്ച് പറയുകയാണ്. സ്തോത്രം. അവസാനം അതിനകത്ത് ആ സഭയെക്കുറിച്ച് തന്നെ, സ്തോത്രം, നീ ശീതവാനല്ല, ഉഷ്ണവാനല്ല. ഇന്നത്തെ സ്ഥിതി ഇതാണ്. ഇതെല്ലാം നാം അതിനകത്ത് കാണുന്നുണ്ട്. ശീതവാനും ഉഷ്ണവാനുമല്ല. ശീതവാനും ഉഷ്ണവാനുമല്ലെങ്കിൽ ഞാൻ നീ ഉമന്നു കളയുമെന്ന് പറയുന്നു. വീണ്ടും അതിന്റെ അവസാനം, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആ ഒരു കാലത്തിലേക്ക് നാം വന്നു. 4-ാം അധ്യായത്തിൽ സ്തോത്രം, കർത്താവ് സഭയാകുന്ന മണവാട്ടിയെ സ്വർഗത്തിലേക്ക് കയറി വരിക എന്ന് പറയുന്ന ശബ്ദം നാം കേൾക്കുന്നു. ആ സമയം മുതൽ, അപ്പോൾ 7 സഭകളിൽ അതിന്റെ പോരായ്മകൾ നികത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായ ഒരു മണവാട്ടി. ആ മണവാട്ടിയോട് പറയുകയാണ്, സ്തോത്രം, ഒന്നാമത് കാന്തനെ വർണ്ണിച്ചു, രണ്ടാമത് മണവാട്ടിയുടെ പോരായ്മയും നന്മയും എല്ലാം പറഞ്ഞു. സ്തോത്രം. 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം, ആ മണവാട്ടിയോട് മണവാളൻ പറയുകയാണ്, ഇവിടെ കയറി വരിക. മണവാട്ടി മാത്രമേ കയറി ചെല്ലത്തുള്ളൂ, വേറെ ആരും കയറി ചെല്ലത്തില്ല. സ്തോത്രം. നമ്മളാലാവോളം ജീവിച്ചിട്ട് ബാക്കിയുള്ള പോരായ്മയൊക്കെ കർത്താവ് തീർത്തോളും. വീരാതവണ്ണം നമ്മെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. വഴിത്തലയ്ക്കൽ അർത്ഥനഗ്നനായി കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് മുറിവേറ്റ് നമ്മെ പിശാച് വലിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാ. നല്ല ശമരിയക്കാരനായവൻ ആ വലിയ യാത്രയിൽ വന്നിട്ട് നമ്മെ കോരിയെടുത്തു. അവന്റെ എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ വാഹനവൃത്തത്തിൽ കയറ്റി അവൻ വലിയ അമ്പലത്തിൽ കൊണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, 2 വെള്ളിക്കാശ് എടുത്തു കൊടുത്തു. പോരായത് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് നമ്മളാലാവോളം സർവ്വതും ബലഹീനതയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാപം ആവർത്തിച്ചുകൊണ്ടിരിക്കാതെ, സ്തോത്രം, നമ്മളാലാവോളം കർത്താവിന് ഒരു കുറുപ്രാവ് പാറയുടെ പിളർപ്പിലും കടും തൂക്കിലും ഇരുന്ന്, സ്തോത്രം, ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, മണവാളൻ പറയുന്നു, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. അങ്ങനെ നിർമ്മല ഹൃദയത്തോടെ ജീവിച്ചു വരുമ്പോൾ, ദുഷ്ടനുള്ള, അന്ധകാരമുള്ള, അനീതിയുള്ള ഈ ലോകത്തിൽ നിന്റെ ജീവിതത്തിൽ വന്ന പോരായ്മയെ കുറിച്ച് നീ ഭാരപ്പെടുന്ന വിരാതവണ്ണം കളങ്കമില്ലാത്തവരായി നിന്നെ ആനന്ദത്തോടെ നീ കർത്താവിന്റെ സന്നിധിയിൽ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ നമ്മളാലാവോളം അങ്ങനെ വരണം എന്ന് നമ്മെ ദൈവം അറിയിക്കുകയാണ്. അപ്പൊ 4-ാം അധ്യായത്തിൽ അങ്ങനെ ഇവിടെ കയറി വരിക എന്ന് പറയുന്നു. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്ന സ്തോത്രം, ഈ 5-ാം അധ്യായത്തിന്റെ ഇനിയും 1-2 വാക്യം മാത്രം വായിക്കാം. സ്തോത്രം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. സ്തോത്രം. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ 6 ചിറകുകളുള്ള 4 ജീവികളെ കുറിച്ച് പറഞ്ഞു. 4 ജീവികളെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എടുത്തു പറയുന്നതെന്ന് ഓർക്കണം. ഇപ്പൊ തന്നെ നമ്മൾ വായിച്ച വാക്യം, പുസ്തകം, എന്തെല്ലാം പുസ്തകമുണ്ട്, പക്ഷേ അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം. അതെന്താ അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകത്തിന് എന്താ പ്രത്യേകത? ഇപ്പൊ എന്തോ പ്രത്യേകത ഇതിനകത്തുണ്ട്. അങ്ങനാണെങ്കിൽ 6 ചിറകുകളുള്ള, സ്തോത്രം, കെരൂബുകളുടെ അവസ്ഥയിലുള്ള 4 ജീവികൾ. സ്തോത്രം. ആ 4 ജീവികൾ നമുക്കറിയാം. കെരൂബുകൾ, സ്തോത്രം, 24 മൂപ്പന്മാരും ഒന്നിച്ച് ആരാധിക്കുന്നു. അപ്പം ആരാധനയ്ക്ക് അവിടെ ഒരു കാര്യം ഓർക്കണം. സ്വർഗത്തിൽ, സ്തോത്രം, വലിയ ദൂതന്മാരുണ്ട്, 4 ജീവികളുണ്ട്, 6 ചിറകുള്ള ജീവികളുണ്ട്.
സാരാഫുകളുണ്ട്, 24 മൂപ്പന്മാരുണ്ട്. പക്ഷെ അവരാരും ആരാധനയ്ക്ക് യോഗ്യരല്ലോ. സ്വർഗത്തിലും ഭൂമിയിലും ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം സേവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമോ. സ്തോത്രം, സ്തോത്രം. തന്നെയുമല്ല, അവിടെ 4 ജീവികൾക്ക് 6 ചിറകുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ചിറകിന്റെ പ്രത്യേകതയൊക്കെ. എടുക്കണമെന്നില്ല. യെശയ്യാ പുസ്തകം 6-ാം അധ്യായത്തിൽ കെരൂബുകൾക്ക് 6 ചിറകുകളുണ്ട്. അതിന്റെ ഉപയോഗം അവിടെ എഴുതി. അതിന്റെ ഉപയോഗം എഴുതി. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. നമ്മെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യം ഗ്രഹിക്കണം. സ്തോത്രം. സ്വന്തം അപ്പനെ, ജനിപ്പിച്ച അപ്പനെ തിരിച്ചറിയാതെ വണ്ണം മന്ദബുദ്ധിയായി പോയവരാ നാം. സ്വന്തം അപ്പൻ നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ പോലെ ഭൂമിയിൽ ഇറങ്ങി വന്ന് അവൻ പ്രപഞ്ചത്തിന്മേൽ അധികാരമുണ്ടെന്നും കടലിന്മേൽ, കരയിന്മേൽ, കാറ്റിന്റെ മേൽ, ജീവന്റെ മേൽ, പിശാചിന്റെ മേൽ, മരണത്തിന്റെ മേൽ, സകലത്തിന്മേലും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടും അപ്പനെ തിരിച്ചറിയാൻ കഴിയാതെ മന്ദബുദ്ധിയായി പോയവരാണ് നാം ജ്ഞാനികളെന്ന് പറയരുത്. അത്രമാത്രം പിശാച് നമ്മെ മലിനപ്പെടുത്തി കളഞ്ഞു. അത്രമാത്രം പിശാച് നമ്മെ മന്ദബുദ്ധികളാക്കി കളഞ്ഞു. കർത്താവിന്റെ കൃപയാണ് അല്പമെങ്കിലും അവനെ അറിയുവാൻ കിട്ടുന്ന അവസ്ഥ. ഞാൻ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട് ഇപ്പം വല്ലപ്പോഴും ഒക്കെ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കണം. പലതിലൊക്കെ എന്ത് കളറിന് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട്. നമ്മുടെ രൂപത്തിന് വ്യത്യാസം വന്നില്ലേ? ഭാവത്തിന് വ്യത്യാസം വന്നില്ലേ? നമ്മുടെ മുഖത്തെ വിരൂപവും നമ്മൾ വിചാരിച്ച് ഈ സ്തോത്രം താടിയൊക്കെ എല്ലാ കാര്യങ്ങളും എന്തിനൊക്കെയാണെന്ന് അറിയത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷമായി ഇതെങ്ങനെ കൊണ്ടാടക്കണം എന്നൊക്കെ മനസ്സിലായി. ഇതെല്ലാം ദൈവം തന്ന പരിജ്ഞാനമാണ്. കർത്താവിനെ അറിഞ്ഞതിലുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ഒരു കാര്യം നോക്കിക്കേ. നമ്മുടെ കേരളക്കര ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ ലോകത്തിന്റെ ദിക്ക് അങ്ങേയറ്റം വരെയും അറിയാം. എന്താ? ദൈവമക്കളോടുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പിതാക്കന്മാർ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച പിതാക്കന്മാരുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റുള്ള 28 സ്റ്റേറ്റിനും ഇല്ലാത്ത പ്രത്യേകത സ്വത്രം കേരളക്കരയിൽ ഉണ്ടായത്? എന്തുകൊണ്ട്? കുമ്പനാട് പ്രദേശത്ത് ഒരു ജുവലറി ഇല്ലാത്ത ഒരു പ്രദേശം, ഒരു ജുവലറി പോലും ഇല്ലാത്ത പ്രദേശം. ലോകത്തിൽ എവിടെ ചെന്ന് മലയാളികളെ ചോദിച്ചാലും അറിയാം. ഇതൊക്കെ ദൈവം തന്ന കൃപയാ. നമ്മൾ വിചാരിക്കും ഇതിനൊന്നും പ്രത്യേകതയില്ലെന്ന്. 6 ചിറകുകൾ ദൈവവേദനയെ നിനക്ക് തരുന്ന സർവ്വ നന്മകളും ദൈവത്തിന്റെ മഹത്വത്തിലുള്ളതാ. 6 ചിറകുകൾ കൊടുത്തു. അതെന്തിനാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായി ഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ ആർത്തുകൊണ്ടിരുന്നു. അപ്പൊ പറക്കാനാണെങ്കിൽ 2 ചിറക് പോരായോ? സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. അപ്പം കർത്താവ് അതിന്റെ ഉപയോഗം കൂടെ എഴുതി. 2 കൊണ്ട് അവര് പാദം മറച്ചു. ഞാൻ സർവശക്തന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്റെ അശുദ്ധി, സ്തോത്രം, അവിടെ അശുദ്ധി ഹൈഡ് ചെയ്യണമെന്നല്ല. സ്തോത്രം. ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? നാം ഒരു അധികാരിയുടെ മുമ്പിൽ കൈലി എടുത്തോണ്ട് പോകുമോ? സ്തോത്രം. കൈലി തന്നെ ഒരു വസ്ത്രമല്ലേ? പക്ഷെങ്കിൽ ആ അധികാരിക്ക് കൊടുക്കേണ്ടിയ സ്ഥാനമനുസരിച്ചാണ് നാം ചെല്ലുന്നത്. അതുപോലെ നമുക്ക് തന്ന ആ 2 ചിറക് കൊണ്ട് അവർ പാദം മൂടി, 2 കൊണ്ട് അവര് മുഖം മറച്ചു. എന്താ കാര്യം? ഈ ദൈവത്തിന്റെ മുഖത്തു നിന്ന് വരുന്ന തേജസ് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇവർ ദൈവത്തിന്റെ മുഖത്ത് പോലും നോക്കാൻ ഇവർക്ക് കഴിയാതിരുന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? തമ്മിൽ മുഖത്തോട് മുഖം നോക്കി സൈന്യങ്ങളുടെ ദൈവമായി ഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർപ്പിടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾ നോക്കണം, യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ സ്തോത്രം, അതിന്റെ സ്തോത്രം, തളിർത്ത അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകയും മണ്ണായിട്ട് വെച്ച പൊൻപാത്രവും ഇരിക്കുന്ന പെട്ടകത്തിന്റെ അടപ്പാണ് കൃപാസനം. ആ കൃപാസനം ആരുടെ കരവിരുന്ന് കൊണ്ടുണ്ടാക്കിയതല്ല, അടുപ്പ് പണി കൊണ്ട് അടിച്ചടിച്ചുണ്ടാക്കിയ വസ്തുവാണ് അത്. അങ്ങനെ അതിന് അപ്പുറത്തും ഇപ്പുറത്തും 2 കെരൂബുകൾ ഇരിപ്പുണ്ട്. ആ കെരൂബ് ഒന്നിനോടൊന്ന് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കെരൂബിന്റെ നടുവിലാണ് സൈന്യങ്ങളുടെ ദൈവമായി ഹോവ ഇറങ്ങി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ 2 പേരെയൊക്കെ ഉള്ളെങ്കിൽ മുഖത്തോട് മുഖം നോക്കി
മുഖത്തോട് മുഖം നോക്കി നാം ദൈവത്തിന് മഹത്വം കൊടുത്ത് ഐക്യതയോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ നടുവിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ 10 പേരെ ഉണ്ടെങ്കിലും 10,000 പേരുണ്ടെങ്കിലും നമ്മള് കിഴക്ക് ഭാഗമൊന്നും കിഴക്കോട്ട് തിരിയത്തില്ല. നമ്മൾ ശുശ്രൂഷകന്റെ പൃഷ്ഠഭാഗമല്ല കാണുന്നത്, നമ്മൾ മുഖത്തോട് മുഖം നോക്കിയായിരിക്കുന്നത്. സ്തോത്രം. അതിനൊക്കെ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, എന്നെ പുതിയ നിയമത്തിന്റെ അപ്പോസ്തലനാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊക്കെ അത്ര ആഴമുണ്ട്. പ്രത്യേക വസ്ത്രമില്ല, പ്രത്യേക തൊപ്പിയില്ല, പക്ഷെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്. എന്റെ മുഖത്തുള്ള ദൈവ തേജസ് നിങ്ങൾക്ക് കാണാം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളായിരിപ്പീനെന്ന് പൗലോസ് പറയുകയാണ്. ഇവിടെ നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് രണ്ടുകൊണ്ട് മുഖം മറച്ച്, പാദം മറച്ച്, രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായി യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങനെ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ചിറകുകൊണ്ട്, ആ അവയവം കൊണ്ട് അവർ ദൈവത്തെ ഭയഭക്തിയോട് അവരുടെ സ്നേഹവും ഭയഭക്തിയും അവരുടെ ബഹുമാനവും പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, കൺപോള തന്നിട്ടുണ്ട്. ദൈവസന്നിധി കണ്ണടയ്ക്കാനാ. ലോകത്തിലുള്ളതെന്തോ ഇനിയും കാണരുത്. ഞാൻ ദൈവസന്നിധി ഇരിക്കുകയാണ്. സ്തോത്രം. മുട്ടുമടക്കണം, അല്ലെങ്കിൽ മുട്ടുമേ നിൽക്കണം. സ്തോത്രം. വാ കൊണ്ട് നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാനിതിനെ നിറയ്ക്കും. സ്തോത്രം. അങ്ങനെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന, ദൈവം നമുക്ക് മാതൃകയാക്കി തന്നിരിക്കുക. ഇവിടെ നോക്കണം, 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിരിക്കുന്ന സർവശക്തനായ കർത്താവിന്റെ വലങ്കയിൽ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പ്രത്യേകത അകത്തും പുറത്തും എഴുത്തുണ്ട്. എന്താ അകത്തും പുറത്തും എഴുത്തുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അനേക പുസ്തകങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. 1-2 പുസ്തകം ഒന്ന് വായിക്കാം നമുക്ക്. സ്തോത്രം. എല്ലാം ഒന്നും സ്വർഗത്തിലുള്ള കാര്യമാണ്. ഇവിടുത്തെ പുസ്തകത്തിന്റെ കാര്യമൊന്നും വായിക്കുന്നില്ല. ഇവിടെ നമുക്ക് ഒത്തിരി പുസ്തകം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയിരുന്നെങ്കിൽ ഈ ഭൂലോകത്തിൽ തന്നെ പുസ്തകങ്ങൾ തികയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത്രമാത്രം അവൻ അത്ഭുതം ചെയ്തെന്ന്. സ്തോത്രം. 20-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം, Revelation chapter 20 verse 12. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. കണ്ടോ? വാക്ക് ശ്രദ്ധിച്ചേ. പുസ്തകങ്ങൾ കർത്താവിന്റെ മുമ്പിലുള്ളതാ. പുസ്തകങ്ങൾ ഒന്നിലധികമുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം കണ്ടോ? ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം കൂടുണ്ട്. സ്തോത്രം. സമയത്തിൽ ഉള്ളതുകൊണ്ട് ഒന്നും ഒത്തിരി ഞാൻ വിവരിക്കത്തില്ല. അപ്പൊ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം കൂടുണ്ട്. അത് തുറന്നു. എന്നിട്ട് പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സ്തോത്രം. അപ്പൊ നമ്മം ഇന്ന് രാത്രി ഓർക്കണം, ദൈവവൈതല് ഒരു രാജാവിന്റെ പടിവാതിക്കൽ ഇരുന്ന് ഒരു കാക്കി നിക്കറും കാക്കി ഉടുപ്പും ഒക്കെ ഇട്ട് ഇന്നേക്ക് 1000 വർഷങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുളവടിയൊക്കെ പിടിച്ചായിരിക്കും ഇരിക്കുന്ന ഒരു മോർദേക്കായി, ഒരു വാച്ച്മാന്റെ സ്വന്തം ചരിത്രം രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചെങ്കിൽ രാജാവിന്റെ ഉറക്കം പോയപ്പോൾ അവൻ പറഞ്ഞു, പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. ദിനവൃത്താന്ത പുസ്തകം തുറന്നു. ആദ്യം കാണുന്നത് പടിവാതിക്കൽ നിന്ന 2 പേർ രാജാവിനെതിരായി ഗൂഢാലോചന നടത്തി. മൊർദെഖായി അത് രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ കാര്യം ശരിയെന്ന് തോന്നി. ഇവന് വല്ല പ്രതിഫലവും കൊടുത്തോന്ന് ചോദിച്ചു. ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു. പുസ്തകം അടക്കി വെച്ചു. ഇനിയും അവന് പ്രതിഫലം കൊടുത്തേ അടങ്ങത്തുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു രാജാവിന് ദിനവൃത്താന്ത പുസ്തകമുണ്ടെങ്കിൽ ഓരോ ദിവസവും നാം ചെയ്യുന്നത് എഴുതി വയ്ക്കുന്ന ദിനവൃത്താന്ത പുസ്തകമുണ്ട്. ദൈവത്തിന്റെ മുക്കൽ പുസ്തകങ്ങളുണ്ട്. നാം ഒരു അണിവിരളവിന് വേണ്ടി ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ 1000 കിലോമീറ്ററുകൾക്കപ്പുറം ഒരു വ്യക്തിക്ക് വേണ്ടി അവര് പോലും അറിയാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി വിടുതലിന് വേണ്ടി നീ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുന്നതിന് മുൻപേ അതിന്റെ പ്രതിഫലം ദൈവം നിന്നിൽ അയച്ചിരിക്കും. നിന്റെ തലമുറകൾക്ക് ദൈവം തന്നിരിക്കും.
ദൈവം കടക്കാരനല്ല, അവൻ അനീതി ഉള്ളവനല്ല, മറന്നു കളയത്തില്ല. സ്തോത്രം. നോക്കണം, ഇനിയും ഇവിടെ ഒന്നും വായിച്ചത്, സ്തോത്രം, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം കൂടെ തുറന്നു. ഇനി ഒന്നുകൂടെ നോക്കിയേ, സ്തോത്രം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കിയേ. ദാനിയേൽ ചാപ്റ്റർ 7 വേഴ്സ് 10. സ്തോത്രം, സ്തോത്രം, 7:10. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായവിസ്താര സഭ. അപ്പൊ ഒരാളല്ല ന്യായവിസ്താരത്തിന് ഇരിക്കുന്നത്. അതാ കർത്താവ് പറഞ്ഞത്, അപ്പോസ്തലന്മാരോട്, പത്രോസിനോടൊക്കെ പറഞ്ഞത്. സ്തോത്രം, നിങ്ങൾ 12 അപ്പോസ്തലന്മാർ, സ്തോത്രം, ന്യായാസനത്തിലിരുന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. അപ്പം ന്യായവിസ്താര സഭ, സ്തോത്രം, അവിടെ പുസ്തകങ്ങൾ തുറന്നു. ഇനിയുമുണ്ട് സ്മരണയുടെ പുസ്തകം, മലാക്കി പ്രവചന പുസ്തകം 3:16, മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. കണ്ടോ, സ്മരണയുടെ, ഓർമ്മയുടെ ഒരു പുസ്തകമുണ്ടെന്ന് ദൈവത്തിന്റെ സന്നിധി. അത് മറിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് കാണണം. സ്തോത്രം. ഇനിയും അത് മാത്രമല്ല, സ്തോത്രം, ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണമി ചാപ്റ്റർ 33, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 2-3 വാക്യം നോക്കിക്കേ. സ്തോത്രം, അഗ്നിമയമായ ഒരു പ്രമാണം നോക്കിക്കേ. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സെയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലങ്കയിൽ. വിശുദ്ധന്മാർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം, അഗ്നിമയമായ പ്രമാണം അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ദൈവസന്നിധിയിലുള്ള പുസ്തകങ്ങളാണ്. സ്തോത്രം. അപ്പം പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ നിത്യജീവനെ കുറിച്ച്, നിത്യജീവനുള്ളവന്റെ പേര് എഴുതിയിരിക്കുന്ന ജീവന്റെ പുസ്തകം, അവരുടെ പേര് മാത്രമേ ഉള്ളൂ. പണ്ടൊരു ഉപദേശി പറഞ്ഞതുപോലെ, സ്തോത്രം, അതിനകത്ത് എഴുതുന്നത് മറ്റാരുമല്ല, കർത്താവ് തന്നെ എഴുതുന്നത്. നമ്മുടെ തന്നായിരുന്നെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ തുണിയാളിയുടെ പേര് എഴുതിയേനെ, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ പ്രിയപ്പെട്ടോടെ എഴുതിയേനെ, പിന്നെ നമ്മുടെ സഭക്കാരുടെ മാത്രമേ. ചിലരൊന്നും പോകലെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആരുടെയും കൈ കർത്താവ് കൊടുത്തില്ല. നിത്യജീവനുള്ളവൻ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവന്റെ പേര് മാത്രമേ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. അപ്പം സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, അഗ്നിമയമായ ഒരു പ്രമാണം. പിന്നെ എന്തിനാണ് ഇവിടെ അകത്തും പുറത്തും എഴുത്തുള്ള ഒരു പുസ്തകം? ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ അങ്ങ് എഴുതിയാ പോരെ? ദൈവമക്കളെ, എന്താ കാര്യമെന്നറിയാമോ? ഒരു നാണയത്തിന്റെ 2 സൈഡുണ്ട്. സ്തോത്രം. ഒരു സൈഡിൽ അതിന്റെ വാല്യൂ ആണ് ഇതിരിക്കുന്നത്, മറു സൈഡിൽ ഒരു സ്വരൂപമാണ്. അതാണ് കർത്താവ് വെച്ചത്, സ്വരൂപം മേലെ. ഒന്നുകിൽ നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ നാണയത്തിന് മഹാത്മാഗാന്ധിയുടെ പടമുണ്ട്, ഒന്നുകിൽ രാജ്യത്തിന്റെ എംബളമാണ്. അപ്പം അതുപോലെ സ്തോത്രം, ഇതിനകത്ത് ഈ അകത്തും പുറത്തും എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അകത്തും പുറത്തും ഒരുപോലെ, എന്നാൽ 2 സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ് ഈ പുസ്തകത്തിന്. എന്നിട്ട് എന്ത് ചെയ്തു? മുദ്ര പൊട്ടിക്കും. നമുക്കറിയാം, മുദ്ര പൊട്ടിക്കുമ്പോൾ 6:1 മുതൽ, അധ്യായം 6:1 മുതൽ പിന്നെ ഭൂമി നടക്കുന്ന കാര്യമാണ്. അപ്പൊ സ്വർഗത്തിൽ നടക്കുന്ന കാര്യം അതിനകത്തുണ്ട്, ഭൂമി നടക്കുന്ന കാര്യമുണ്ട്. സ്തോത്രം. അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ 6:1 മുതലുള്ള വാക്യം കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്നുകൂടെ ധ്യാനിക്കുകയാണല്ലോ, ഒന്ന് റിവ്യൂ നടത്തുകയാണ്. ഞാൻ പറഞ്ഞു, മഹോദ്രവം എന്ന വാക്കിനെ ഞാനൊരു അർത്ഥം കൊടുത്തത് നിങ്ങൾ മനസ്സിലായി കാണും. ഉപദ്രവം പ്ലസ് ഉപദ്രവം, മഹോദ്രവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ന്യായവിധി ഭൂമിയിലേക്ക് ചൊരിയുന്നു. അപ്പോൾ തന്നെ ഭൂമിയിൽ നിന്നും എതിർ ക്രിസ്തുവും കള്ളപ്രവാചനം കൂടെ
ന്യായവിധി, അവന്റെ പീഡനം തുടങ്ങിയിരിക്കുക. അപ്പം ദൈവത്തിന്റെ സ്ഥലയിൽ നിന്നുള്ള പീഡനവും ഉപദ്രവവും ഈ ലോകത്തിൽ എതിർ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദ്രവവും വരുമ്പോൾ മഹോപദ്രവമായി. ഇത് രണ്ടും ഒന്നിച്ചെഴുതിയിരിക്കുന്ന പുസ്തകമായത്. അതുകൊണ്ടാണ് ഇതിനകത്തും പുറത്തും എഴുത്തുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ ഇതിന്റെ മുദ്ര പൊട്ടിക്കാൻ കഴിയത്തുള്ളൂ, ഇത് തുറക്കാൻ കഴിയത്തുള്ളൂ. സ്വർഗത്തിൽ കോടാനുകോടി ദൂതന്മാരുണ്ടാകട്ടെ, സാറാഫുകൾ ഉണ്ടാകട്ടെ, മൂപ്പന്മാരുണ്ടാകട്ടെ, ഈ യോഗ്യത ഉള്ളവൻ മാത്രമേ ഇത് തുറക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ആർക്കും ഇത് തുറക്കാൻ കഴിയത്തില്ല. തന്നെയുമല്ല, നിങ്ങൾ നോക്കണം, സ്തോത്രം, ഒരേ സമയത്ത് സ്തോത്രം വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലം, അപ്പോൾ തന്നെ ദുഷ്ടനുള്ള ന്യായവിധി രംഗത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം, നീതികെട്ടവർക്ക് വേണ്ടിയുള്ളത്. ഒരേ സമയത്ത് ജീവനുള്ളവർക്കുള്ള അവസ്ഥ, മരിച്ചവർക്കുള്ള അവസ്ഥ, ഇതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അകത്തും പുറത്തും എഴുത്ത്. സ്തോത്രം, അകത്തും പുറത്തും എഴുത്ത്. ഒരേ സമയത്ത് ക്രിസ്തുവിന്റെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ മറു സൈഡിൽ പിശാചിന്റെ പതനത്തെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം, അതുകൊണ്ടാണ് അകത്തും പുറത്തും. ഇത് ആരംഭം തൊട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. നോഹയുടെ കാലത്തെ ന്യായവിധിയുടെ വെള്ളം താഴെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോഹയുടെ പെട്ടകം അതേ സമയം തന്നെ മുകളിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. ന്യായവിധിയുടെ വെള്ളം ഈ ഭൂമിയിൽ ഉയർന്നുകൊണ്ടിരിക്കുക, അപ്പോൾ തന്നെ ഈ ഭക്തൻ അതനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതമായി. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ അങ്ങ് വിടുകയാണ്. അപ്പോൾ ഇത് അകത്തും പുറത്തുമുള്ള മുദ്ര എഴുത്തെന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് നടക്കുന്നത്, സ്വർഗത്തിൽ നടക്കേണ്ടത്, ഭൂമി നടക്കേണ്ടത്, വിശുദ്ധനെ സംബന്ധിച്ച്, അനീതിയുള്ള ദുഷ്ടനെ സംബന്ധിച്ച്, കർത്താവിനെ സംബന്ധിച്ച്, പിശാചിനെ സംബന്ധിച്ച്, മരിച്ചവരെ സംബന്ധിച്ച്, ജീവനുള്ളവരെ സംബന്ധിച്ച്. അപ്പൊ ഇനിയും ഇത് നോക്കണം, യോഹന്നാൻ ആ പുസ്തകം കാണുന്ന രംഗം നിങ്ങൾ നോക്കണം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിലകത്തും പുറത്തും എഴുത്തുള്ളതായി ഒരു 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം കണ്ടു. സ്തോത്രം, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ, വാക്ക് ശ്രദ്ധിക്കണേ, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ, വെറും നോക്കാൻ പോലും യോഗ്യൻ ആരെയും കണ്ടില്ലെന്ന്. നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. സ്തോത്രം, നമ്മളാണ് എന്തോ ചെയ്യുന്നതിനൊന്ന് ചിന്തിച്ചു നോക്കി. യോഹന്നാൻ ആ സമയത്ത് സ്വർഗത്തിലാണ്, അവൻ വെളിപ്പാടിൽ ആത്മാവിൽ സ്വർഗത്തില. അവന് മനസ്സിലായി ഇതൊരു സാധാരണ പുസ്തകമല്ല, സിംഹാസനത്തിന്റെ ഇരിക്കുന്നവന്റെ വലങ്കയിലിരിക്കുന്ന പുസ്തകമാണ്. അയ്യോ, അവന് മനസ്സിലായി തന്നെ പോലെ കഷ്ടമനുഭവിച്ച, ദുഃഖമനുഭവിച്ച അവരുടെ പ്രതിഫലവിനകത്തുണ്ട്, അവരുടെ നന്മ ഇവിടെ ഉണ്ട്. ഇത് തുറപ്പാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചവൻ വാവിട്ടു നിലവിളിച്ചു. ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടുവാൻ, അഭിഷക്തന്മാർ എഴുന്നേൽക്കുവാൻ നാം കരയണം. ഭക്തന്മാർ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തന്മാർ ഇല്ലാതാകുമ്പോൾ നാം വാവിട്ട് നിലവിളിക്കണം. യോഹന്നാൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചു. ചിലപ്പോൾ സ്തോത്രം, ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു നിമിഷം, ഒരു രാത്രി കൊണ്ട് 1,85,000 പേരെ കൊല്ലുവാൻ കഴിവുള്ള ദൂതന്മാരുണ്ട്. സ്തോത്രം, സാത്താൻ തടുക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആക്ഷേപം കൂടാതെ, മോശയെ അടക്കുവാൻ ആക്ഷേപം കൂടാതെ ചെയ്യുവാൻ ശക്തനായ പ്രധാന ദൂതനായ സ്തോത്രം മീഖായേലുണ്ട്. 6 ചിറകുള്ള സാറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്, 4 ജീവികളുണ്ട്, 24 മൂപ്പന്മാരുണ്ട്. എന്നാൽ
പുസ്തകം തുറപ്പാൻ ഇവർക്കാർക്കും കഴിയത്തില്ല. സ്വർഗത്തിലാകട്ടെ, ഭൂമിയിലാകട്ടെ, ഭൂമിക്ക് താഴെയാകട്ടെ, ആർക്കും കഴിയത്തില്ല. ഇന്നു രാത്രിയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷിക്കണം. നാം സേവിക്കുന്ന കർത്താവ് ആരാണ്? അവന്റെ മഹത്വം എന്താണ്? അവന്റെ അധികാരം എന്താണ്? അവന്റെ ശക്തി എന്താണ്? അവൻ യോഗ്യനായവൻ. എന്തിനെല്ലാം അവൻ യോഗ്യനാണെന്ന് നോക്ക്. ഇത്രമാത്രം മഹാനായ ദൈവത്തിന്റെ മുൻപാകെയാ നാം ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനും നമ്മുടെ കുഞ്ഞിന്റെ കാര്യങ്ങളുമൊക്കെ. അത് അപ്പച്ച എനിക്കറിയാം, നീ അതെല്ലാം ചെയ്തിരിക്കാൻ സ്തോത്രം എന്നല്ല പറയുന്നത്. സ്തോത്രം. അവിശ്വാസവും ഇത്രയുമൊക്കെ നന്മ അനുഭവിച്ചിട്ടും ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട ദൂതന്മാർക്കോ സറാഫുകൾക്കോ മൂപ്പന്മാർക്കോ ആർക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ ഈ കർത്താവിനുണ്ട്. ദൈവമക്കളെ, കോടാനുകോടി ദൂതന്മാരുടെ ഇടയിൽ അവൻ നിന്നാലും അവനെ തിരിച്ചറിയാം. അവന്റെ കൈകാലുകൾ നോക്കിയാൽ മതി, അവന്റെ വിലാപ്പുറം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അല്ലയോ തോമസേ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകാ. നിന്റെ കരം നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, എന്റെ കൈകൾ കാണുക. സ്തോത്രം. നമ്മുടെ കർത്താവ് യോഗ്യനായി തീർന്നവനാ, യോഗ്യനായി തീർന്നവനാ. സ്തോത്രം, സ്തോത്രം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ പ്രത്യേക വിഷയങ്ങളാണ്. ഭൂമിയിൽ നടക്കുന്ന ന്യായവിധിയുണ്ട്, സമുദ്രം, ആകാശം, സ്തോത്രം, ഇതെല്ലാം നീങ്ങിപ്പോകണം. ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെ തീപ്പൈകയിലിടണം, സാത്താനെ തീപ്പൈക തള്ളിയിടണം, ദുഷ്ടന്മാർക്ക് ന്യായവിധി വരുത്തണം, മരണം നീക്കിക്കളയണം, പാതാളത്തെയും മരണത്തെ തീപ്പൈകയിലിടണം, ശാപമിനിയുമില്ല. മരിച്ചവരും ജീവനുള്ളവരും, സ്തോത്രം, അവരെ ന്യായം വിധിക്കണം. ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം യോഗ്യൻ, മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിക്കുവാനും ഇതിനെല്ലാം യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം, സ്തോത്രം. മരിച്ചവർ, നമ്മളെ അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. പുസ്തകം തുറപ്പാൻ, അതിന്റെ 4-ാമത്തെ വാക്യം, പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അടുത്ത വാക്യം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമാണ്. അകത്തും പുറത്തും എഴുതിയത് ഇത് ഒരേ സമയത്ത് നടക്കേണ്ടതാ. 7 മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമാണ്. സ്തോത്രം. അതെന്താണ്? അതാണ് താഴോട്ട് എഴുതുന്നുണ്ട്. അവൻ അറുക്കപ്പെട്ടു, അവൻ രക്തം ചൊരിഞ്ഞു, സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നും നമ്മെ പിതാവിനായി വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ഈ യോഗ്യത പറയുവാൻ ലോകത്തിൽ ഒരുത്തനുമില്ല. സ്വർഗത്തിലാകട്ടെ, ഭൂമിയിലാകട്ടെ, പാതാളത്തിലാകട്ടെ, ആരോരുമില്ല. സ്തോത്രം. അത്രമാത്രം പദവിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ദൈവമക്കളുടെ ഭാവിയാണ് ഇതിനകത്ത് എത്തിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ കരഞ്ഞത്. സ്തോത്രം. നമ്മളും നമ്മുടെ നന്മയൊക്കെ പലയിടത്തും സ്തോത്രം മൂടിക്കിടക്കുന്നതും അത് ലഭിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഒക്കെ നാം കരയണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സ്തോത്രം, നമ്മൾ വെറുതെയൊക്കെ പറഞ്ഞു വിടുന്ന കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞത്, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞു വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ദേശത്തെ നോക്കി നെടുവീർപ്പെടണം, നാം കരയണം. കർത്താവേ, ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, മോശയോട് ദൈവം പറഞ്ഞത്, ഈ ജനത്തെ, ഇവരെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞു, നീ എന്റെ ജനത്തെ പുറപ്പെടുവിച്ച് ഞാൻ അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്ത ദേശം അവർക്ക് അവകാശമായി കൊടുക്കണമെന്ന്. പക്ഷെ മോശയ്ക്ക് കഴിഞ്ഞില്ല. അവൻ ഇക്കരെ നിന്ന് കണ്ടതേ ഉള്ളൂ. യോശുവയ്ക്ക് ഭാഗ്യം ലഭിച്ചു. അവൻ നൂല് പിടിച്ചളന്ന് ആ വാഗ്ദത്ത, ആ തലമുറകളോട് പറഞ്ഞ വാഗ്ദത്തം കൊടുപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ കർത്താവേ, എന്റെ തലമുറകൾക്ക് നന്മ പകുത്തു കൊടുക്കുന്ന
ദേശത്തിന് വേണ്ടി നന്മ പകുത്തു കൊടുക്കുന്ന, അത് കാണുന്ന ഒരു വ്യക്തിയായിട്ടല്ല, അത് പകുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി നീ എന്നെ തീർക്കണമേ. അതിനുവേണ്ട കൃപ എനിക്ക് തരണമേ. വലിയുടെ യാത്രയിൽ പിശാച് ഒരിക്കലും തടസ്സം വെക്കാതെ വണ്ണം. സ്തോത്രം. ഇതൊക്കെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതേ സ്തോത്രം. സത്യത്തിൽ യോശുവ പുതിയ നിയമ വിശുദ്ധന്മാർക്കൊരു നിഴലാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ കർത്താവ് മാത്രമാണ് യോഗ്യൻ, മറ്റാരുമില്ല. സ്തോത്രം. നമ്മള് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഏത് അവസ്ഥയിൽ നോക്കണം, ഏത് മുദ്രയിട്ടിരിക്കുന്ന ഏതവസ്ഥയിൽ താണിറങ്ങി വന്നവനാ നമ്മുടെ ദൈവം. ഏതവസ്ഥയിൽ നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം. 6-ന്റെ 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം നോക്കിക്കേ. നോക്കിക്കേ. 1, അവൻ ദൈവമായിരുന്നു, ദൈവരൂപത്തിലിരിക്കെ ദൈവം എന്നുള്ള പദവി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അവൻ ദൈവം എന്നുള്ള പദവി മാറ്റി. 1. 2, അവൻ ദാസരൂപനായി മനുഷ്യ സാദൃശ്യത്തിലായി. 3, തന്നെത്താൻ അവന്റെ അവസ്ഥകളെല്ലാം ഒലിച്ചു. 4, വേഷം കണ്ടാൽ മനുഷ്യനായി. അവൻ മനുഷ്യനല്ല, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ അവനെ തന്നെ താഴ്ത്തി, വേറെ ആരും താഴ്ത്തിയതല്ല, തന്നെത്താൻ താഴ്ത്തി മരണത്തോ ക്രൂശിലെ മരണത്തോളം. ഏത് 1, ദൈവം എന്നുള്ള പദവി വിട്ടു. 2, ദാസൻ എന്ന പദവി എടുത്തു. 3, മനുഷ്യ സാദൃശ്യത്തിലായി. 4, തന്നെത്താൻ ഒഴിഞ്ഞു. 5, സ്വത്രം വേഷത്തിൽ മനുഷ്യനായി. 6, തന്നെത്താൻ താഴ്ത്തി. 7, ക്രൂശിലെ മരണത്തോളം. അതുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമം അവന് ലഭിച്ചു. അവൻ ജയം പ്രാപിച്ചതാണ്. അവൻ വ്യത സഹിച്ച്, കഷ്ടം സഹിച്ച്, വേദന സഹിച്ചവൻ പ്രാപിച്ചതാണ്. നമ്മളിവിടെ വായിക്കുന്നു. എന്തുകൊണ്ടാണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കണമെന്നില്ല, 12-4 ഇത് മുദ്രയിടാൻ പറഞ്ഞു. ആ മുദ്ര ഇപ്പോൾ പൊട്ടിക്കാനാണ്. മുദ്ര പൊട്ടിക്കുകയാണ്. അതിന് യോഗ്യൻ ഇതുവരെയും ആരെയും കണ്ടില്ല. നമ്മളൊരു കാര്യം ഓർക്കണം. കഴിഞ്ഞ 4000 വർഷമായി പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നും പോയിക്കൊണ്ടുവരുന്നു. ആരുടെ മേൽ വസിക്കാൻ ആരെയും കണ്ടില്ല. 4000 വർഷം കഴിഞ്ഞപ്പോൾ സ്ത്രീയുടെ സന്തതിയായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഒരുവൻ ഇറങ്ങി വന്നു. അവൻ വെള്ളത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി അവന്റെ മേൽ വസിച്ചു. അതുവരെയും പ്രവാചകന്മാരുണ്ടായിരുന്നു, പിതാക്കന്മാരുണ്ടായിരുന്നു. അവരിലാരിലും ഈ പരിശുദ്ധാത്മാവ് വസിക്കാൻ ഇടം കണ്ടില്ല. പരിശുദ്ധാത്മാവ് വസിക്കാൻ കണ്ടത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പോലും നമ്മൾ വായിക്കുന്നു, എവിടെ, സീനായി മലയിലാകട്ടെ, ഏതു സ്ഥലത്താകട്ടെ, ദൈവം ഇറങ്ങി വരുന്നതിന് മുൻപേ അവിടെ അഗ്നി ഇറങ്ങി വരുമായിരുന്നു, അവിടെ വിശുദ്ധീകരിക്കുമായിരുന്നു. എന്നാൽ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രാവ് പോലെ വന്നു. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നതും അഗ്നിനാവ് പോലെയാണ്. കാരണം യേശുവിന്റെ മേൽ കത്തി എരിയുവാൻ ഒന്നുമില്ല. നമ്മളിൽ ഒത്തിരി കത്തി ശുദ്ധമാകാൻ നമ്മളിൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് അഗ്നിയായി ഇറങ്ങി വന്നെങ്കിലേ നാം വിശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഇതിൽ എല്ലാറ്റിനും യോഗ്യനായി ഒരുവനല്ലാതെ മറ്റൊരുവനില്ല. ഇതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം നോക്കിക്കേ. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർക്കം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏത് കൊമ്പ് അവന്റെ ശക്തിയെയും ഏത് പൂർണ്ണതയെ കാണിക്കുന്നു, അവന്റെ അധികാരത്തെയും കാണിക്കുന്നു. ഏത് കണ്ണ് സമ്പൂർണ്ണ ജ്ഞാനത്തെ പ്രകടിപ്പിക്കുന്നു. അവനെ പോലെ ജ്ഞാനി ആരുമില്ല. ഉൾപ്പൂവുകളെ അറിയുന്നവൻ,
അവനെ പോലെ സ്വത്രം ശക്തനായവനാരുമില്ല. നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ പറയും, കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നെന്നൊക്കെ. എന്താണെന്ന് അർത്ഥം നമുക്കറിയത്തില്ല. വല്ലവൻ എന്ന് പറഞ്ഞാൽ ശക്തനെന്നാ. ശക്തൻ വല്ലവന്റെ കയ്യിൽ പുല്ലുമായുധമാണ്. വല്ലവന്റെ കയ്യിൽ, വല്ലഭൻ ശക്തനായവന്റെ കയ്യിൽ ഒരു കഴുതയുടെ താടിയല്ലു മതി. അവൻ കുന്നിരണ്ട് എന്ന് ആയിരങ്ങളെ അവൻ കൂട്ടുവാനിടയാകും. അപ്പൊ ഈ 7 കൊമ്പ് അവന്റെ ശക്തിയെയും അവന്റെ അധികാരത്തെയും വെളിപ്പെടുത്തുന്നു. 7 കണ്ണ് സമ്പൂർണ്ണ ജ്ഞാനത്തെ പ്രകടിപ്പിക്കുന്നു. സ്തോത്രം. കുഞ്ഞാടെന്ന പ്രയോഗം ഈ വെളിപ്പാട് പുസ്തകത്തിൽ 28 പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. അതിനകത്ത് മറ്റൊരു 28 പ്രാവശ്യം ഈ വെളിപ്പാടിൽ തന്നെ കുഞ്ഞാടെന്ന പ്രയോഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ യഹോവ എന്ന പേരില്ല. നിങ്ങൾ നോക്കണം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം മുഴുവനും യഹോവ എന്ന പേര് കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ മോശയോട് ആവർത്തിച്ച് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യഹോവ എന്ന പേര് ചേർത്തില്ല. എന്താ കാര്യം? സ്തോത്രം. ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ഭാഗമായിട്ടാണ് തിരിച്ചത്. ദൈവം നമുക്ക് ഒറ്റയടിക്കായിട്ടല്ല വെളിപ്പെടുത്തി തരുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ യഹോവയാകുന്നു. ഞാൻ എന്നാൽ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും യഹോവ എന്ന നാമത്തിൽ ഞാൻ വെളിപ്പെട്ടില്ല. എന്റെ പേര് യഹോവ എന്നാണ്, പക്ഷെ യഹോവ എന്ന പേരിൽ ഞാൻ വെളിപ്പെട്ടിട്ടില്ല. ഞാൻ സർവശക്തിയുള്ള ദൈവമായിട്ട് അവർക്ക് വെളിപ്പെട്ടു. ഇതാ ഞാൻ നിനക്കിപ്പോൾ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. അല്ലയോ അബ്രഹാമേ, നിനക്ക് യഹോവയെ അറിയാമോ? ഇല്ല. പിന്നെ സർവശക്തിയുള്ള ദൈവത്തെ എനിക്കറിയാം. അല്ലയോ ആദാമേ, നിനക്ക് യഹോവയെ അറിയാമോ? ഇല്ല. പിന്നെ അവൻ എന്റെ സൃഷ്ടാവാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ മോശയോട് പറയുകയാണ്, എന്റെ പേര് യഹോവ എന്നാണ്. എന്താ കാര്യം? അതിന്റെ അർത്ഥം താലിയോട്ട് എഴുതിയിട്ടുണ്ട്. വാഴ്ത്തത്വം ഓർക്കുന്ന ദൈവം, അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം, കഷ്ടത കാണുന്ന ദൈവം. അതാണ് യഹോവ എന്ന വാക്കിന്റെ അർത്ഥം. പുറപ്പാട് ചാപ്റ്റർ 6 വേഴ്സ് 2 മുതൽ താലിയോട്ടുള്ള വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. യഹോവ എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനപ്പോൾ സ്വതന്ത്ര സൃഷ്ടാവായി എലോഹീം അങ്ങനെ വെളിപ്പെട്ടു. അത് കഴിഞ്ഞ് സർവശക്തിയുള്ള ദൈവമായിട്ട് വെളിപ്പെട്ടു. അത് കഴിഞ്ഞ് യഹോവയായിട്ട് വെളിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവൻ യേശു എന്ന നാമത്തിൽ വെളിപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ അതുമില്ല, കുഞ്ഞാടെന്ന് മാത്രമാക്കി. അതെന്താ? അവിടെ വാഗ്ദത്തം ഇനിയും ആരും ഓർക്കണ്ട. യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപം പരിഹരിക്കുന്നവനാ. നമ്മൾ വഴിയേ നടന്നുകൊണ്ട് യേശുവേ നിനക്ക് നന്ദി എന്ന് പറയുമ്പോൾ പാപം പരിഹരിക്കുന്നവനെ, പാപം ക്ഷമിക്കുന്നവനെ നിനക്ക് നന്ദി എന്നാണ്. സ്വർഗത്തിലാരും അത് പറയണ്ട. പാപം പരിഹരിക്കപ്പെട്ടവരാണ് അവിടെ ചെല്ലുന്നത്. അവിടെ നീ വാഗ്ദത്തം ഓർക്കണ്ട. ഇനി കഷ്ടതയും കടതീരും കാണുന്ന കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. അതെന്താ കാര്യം? ഇസ്രായേൽ ദേശത്ത് ഓരോ കുടുംബത്തിന് വേണ്ടി ഓരോ ആട്ടിൻകുട്ടിയെ, ഊനമില്ലാത്ത ഓരോ ആട്ടിൻകുട്ടിയെ എടുത്ത് അവരുടെ കുടുംബത്തിന്റെ വിടുതലിനായി സ്വത്രം 10-ാം തീയതി എടുത്ത് 14-ാം തീയതി വരെ അതിനെ കെട്ടി 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറക്കണമായിരുന്നു. അതിനെ അറക്കുമ്പോൾ ആ കുടുംബത്തിന് വിടുതലാകും. എന്നാൽ വീട്ടുനാഥൻ കഴിഞ്ഞ 400 ചില്ലുവാനും വർഷങ്ങളായി അടിമയായി കിടക്കുന്നവർക്ക് വേണ്ടി ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ അറുത്ത് അവന്റെ കുടുംബത്തിന് വിടുതലായെങ്കിൽ സർവശക്തനായ ദൈവം സർവ മനുഷ്യർക്കും വേണ്ടി ഒരാട്ടുകുട്ടിയെ ഒരുക്കി. ഊനമില്ലാത്ത ആട്ടുകുട്ടി കഴിഞ്ഞ 4000 വർഷമായി ആ ആട്ടുകുട്ടിയെ മാറ്റിക്കെട്ടി. കാലം സമ്പൂർണ്ണം വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ഗലാത്യർ 4:4
ഗലേഷ്യൻസ് ചാപ്റ്റർ 4 verse 4. സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിൽ വന്നവനായി, അവൻ ഊനമില്ലാത്തവനായി പിതാവ് സർവർക്കും വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു. ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ പിതാവ് അറുത്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അത് മറ്റാരുമല്ല, ഈ അബ്രഹാം തന്റെ ഓമന പുത്രനെ യാഗം കഴിക്കുവാൻ നോക്കിയതുപോലെ സർവശക്തനായ ദൈവം തന്റെ ഓമന പുത്രനെ സർവ മനുഷ്യർക്കും വേണ്ടി യാഗമാക്കി തീർത്തു. ഊനമില്ലാത്ത ഒരു കുഞ്ഞാണ്. ഒരു യാഗമൃഗത്തെ തൊലി ഉരിച്ച് അറുത്ത് അതിന്റെ രക്തമെടുത്ത് തൊലി ഉരിച്ച് ഒരിക്കുന്നത് പോലെ അവന്റെ പഞ്ചമുറിവിൽ നിന്ന് സർവ്വ രക്തവും ഊറ്റിയെടുത്തു. അവനെ ഉരുവിച്ചാലും ഉതിറക്കി. പീലാത്തോസ് പറയുകയാണ്, ഇതാ ആ മനുഷ്യൻ. അവനെ കണ്ടാൽ ആളറിയാത്ത വിധത്തിൽ അവന്റെ തോല് മുഴുവൻ ഉരിച്ചു, അവന്റെ കന്നത്തടിച്ചു, അവനെ കാർക്കിച്ചു തുപ്പി, അവനെ പരിഹസിച്ചു, അവനെ സ്വത്രം സ്വർണ്ണ കിരീടം വെക്കേണ്ടവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. അവന്റെ മുമ്പിൽ ഒരു കോല് പിടിപ്പിച്ചിട്ട് മഹാരാജാവേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. സകല മനുഷ്യർക്കും വേണ്ടി പിതാവ് ഒരുക്കിയതായ ഒരു കുഞ്ഞാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, എനിക്ക് നിനക്ക് ലഭിച്ച പദവി ചെറുതല്ല. അല്പകാലത്തേക്കുള്ള ഈ ഞെരുക്കം, ഈ കൊറോണ കാലഘട്ടമാകട്ടെ, ഞെരുക്കമാകട്ടെ, ചിലപ്പോൾ ജോലി കാണത്തില്ല, ശമ്പളം കുറവായിരിക്കും, കടഭാരം കാണും, പിതാവിനും മാതാവിനോ പ്രിയപ്പെട്ടവർക്കോ വേണ്ടവണ്ണം പ്രയോജനപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും യേശുവിനെ അല്പമെങ്കിലും അറിയുവാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അഞ്ചിന്റെ എട്ടാമത്തെ വാക്യം കൂടെ വായിച്ചേ. 5:8 വാക്യം. സമയം അല്പം പോയല്ലോ. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. സ്തോത്രം. നോക്കണം, അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ എന്ത് ചെയ്തു? വീണു. ദൈവവേദലേ, ഈ ലോകത്തിൽ നീ പ്രാർത്ഥനക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞ് വിലയില്ലാത്തവനാണ് കാണുന്നെങ്കിലും സ്വർഗത്തിൽ അവന്റെ മുൻപാകെ നിന്റെ പ്രാർത്ഥന ഒരു ധൂപമായി അവനത് വിലയുള്ളതാണ്. എന്നിട്ട് അവര് പറയുകയാണ്, 9-ാമത്തെ വാക്യം നോക്കിക്കേ. അവരൊത്തുച്ചത്തിൽ പറയുകയാണ്, നീ അറുക്കപ്പെട്ടു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തെ കാണിക്കുകയാണ്. സ്വത്രം. കാൽവരി സർവ്വഗോത്രത്തിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും. സ്വത്രം. വീണ്ടെടുപ്പിന്റെ വ്യാപ്തി കാണിക്കുകയാണ്. നമ്മൾ വിചാരിക്കരുത് നമ്മൾ കുറെ പേര് മാത്രമേ ഉള്ളൂ എന്ന്. എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരം. സ്തോത്രം. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. നമ്മളെ അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിട്ട് നാം അവിടെ വാഴുമെന്ന്. നാം ഈ ലോകത്തിൽ വാഴും 1000 വർഷം. നമ്മുടെ അരുമനാഥനോടൊപ്പം നാം വാഴും. സ്തോത്രം. അന്ന് അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് സ്തോത്രം അവനെ കൊണ്ട് പെരുത്ത മരക്കുരിശ് ചുമ്മി വലിച്ചു കൊണ്ടുപോയ ഈ ഭൂമിയിൽ അവൻ 1000 വർഷം വാഴും. ആ സമയത്ത് എളിയവരായ നമുക്കും ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അവനോടൊപ്പം ഈ ഭൂമിയിൽ വാഴാൻ.
സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിന്റെ മഹത്വം പ്രകീർത്തിച്ചിരിക്കുന്ന ഏത് ശബ്ദമോടെ കാണാൻ പറ്റും? നോക്കിയേ, അടുത്ത് നോക്കിയേ, 11-ാമത്തെ വാക്യം. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും അവന്റെ ആ പൂർണ്ണ നോയിക്കേ. 1 ശക്തി, 2 ധനം, 3 ജ്ഞാനം, 4 ബലം, 5 ബഹുമാനം, 6 മഹത്വം, 7 സ്തോത്രം. നിങ്ങൾ നോക്കണം, ഈ ഭൂമി വന്നപ്പോൾ കാർക്കിച്ച് തുപ്പിയവൻ, മുഖത്ത് കാർക്കിച്ച് തുപ്പിയവന്റെ മഹത്വമായി പറയുന്നേ. സ്തോത്രം, സ്തോത്രം. ദൈവം ഇതിലെ ഞാൻ വാക്കൂടെ നിർത്തുകയാണ്. സ്തോത്രം. നമുക്ക് ലഭിച്ച ആ സ്തോത്രം ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നു എന്ന് വായിക്കുന്നത് പോലെ ഭാഗ്യവശാൽ, ഭാഗ്യവശാൽ, സ്തോത്രം, ഭാഗ്യവശാൽ. ഞാൻ എൻ്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്, കേട്ട വചനമൊന്ന് ധ്യാനിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ സമർപ്പിച്ച് ഒരു നിമിഷം ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നീ മഹത്വവാൻ, അകത്തും പുറത്തും എഴുത്തുള്ളതായ സ്തോത്രം, അകർത്തും പുറത്തും ഒരേ സമയത്ത് നടക്കേണ്ടതായ പ്രവൃത്തിയിരിക്കുന്ന ഒരു പുസ്തകം. അത് തുറക്കുവാൻ, അത് നോക്കാൻ പോലും ആരും യോഗ്യതയില്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാഥൻ അവൻ യോഗ്യനായി തീർന്നു. യഹൂദാ വംശത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരായിരിക്കുന്നവൻ. ഇവിടെ മാത്രമേ ദാവീദിന്റെ വേരെന്ന് പറയുന്നുള്ളൂ. മറ്റേ ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടുമെന്ന. എന്നാൽ ഇവിടെ ഇരിക്കുന്നു ദാവീദിന്റെ വേരായിരിക്കുന്നവൻ. സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. 6-ാം അധ്യായം മുതൽ സ്തോത്രം മുദ്ര ഓരോന്നായി പൊട്ടിക്കുകയാണ്. ഈ മുദ്ര പൊട്ടിക്കുന്നതെല്ലാം അരുമനാഥനായ യേശുക്രിസ്തുവാണ്. സ്തോത്രം. ഓരോന്നായി പൊട്ടിക്കുക. 22-ാം അധ്യായം വരെയും നമുക്കിത് കാണാൻ കഴിയും. സ്തോത്രം. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് ഒരു നിമിഷം മഹത്വവും ജ്ഞാനവും സ്തോത്രവും സ്തുതിയും അവൻ യോഗ്യനാണ്. ഒരു വാക്ക് പാട്ടുപാടി സ്തോത്രം, ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പിരിഞ്ഞു പോകാം. ദൈവം നമ്മെ സഹായിക്കും.